ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ ബാലിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ സ്പാ ഇവിടെ വരുമ്പോൾ ഇവിടെ തായ്ലാൻഡൊക്കെ വരുമ്പോൾ സ്പാ ചെയ്തില്ലെങ്കിൽ എങ്ങനെ, അപ്പം ഫുൾ ബോഡി മസാജോ അല്ലെങ്കിൽ എയർ സ്പായോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം അവൈലബിളാണ്. അല്ലെങ്കിൽ ഫുഡ് മസാജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ തായ്ലൻഡിൽ പോയപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ലെന്നേ ഉള്ളൂ. ഇന്നും വീഡിയോ ഒന്നും അതിൻ്റെ എടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ റിസോർട്ടിലാണ് കേട്ടോ, ഹോളിഡേ ഇൻ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 ദിവസം ഇവിടെ തന്നെയാണ് താമസിച്ചത്. നല്ല കേട്ടോ, അത്യാവശ്യം നല്ല, കുറച്ച് കോസ്റ്റ്ലിയാണ് എന്നാലും അത്യാവശ്യം നല്ലതാണ്. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്റായിട്ട് ഫോട്ടോഗ്രാഫ് എടുത്തു തരും കേട്ടോ. ഇവിടെ ഈ ഒരു റിസോർട്ടിൽ നമുക്ക് എടുത്തു തരും. അപ്പോൾ അതിൽ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് ഫ്രെയിം ചെയ്ത് ഫ്രീ ആയിട്ട് തരും. പിന്നെ വേണമെങ്കിൽ നമ്മൾക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും ഫോട്ടോഗ്രാഫ്സ്. ഒരെണ്ണം ഫ്രീ ആയിട്ട് തരും, ബാക്കി നമുക്ക് ഡിജിറ്റലിയും മേടിക്കാം, ഫ്രെയിം ചെയ്ത് മേടിക്കാം. എങ്ങനെയായാലും അതിന് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോവുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. അതിന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന ഇപ്പം തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജ് ഇവിടെ തന്നെ വെച്ചിട്ട്, നല്ല വെയിലുണ്ട് കേട്ടോ, ലഗേജ് ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ സ്പാ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പോവുക കേട്ടോ. ഇതാന്ന് തോന്നുന്നു സ്പാ. നമ്മുടെ റൂം എവിടെയാണെന്ന് മനസ്സിലായേ? അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വന്നേക്കോ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കോംപ്ലിമെൻ്റായിട്ട് ഇവിടെ തന്നെ ഉള്ളതാട്ടോ. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഏരിയ, ബീച്ച് സൈഡ് അവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് 200 സംതിങ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാക്കി നമുക്ക് ഫ്രീ ആയിട്ട് തരും. നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഒരു രീതിയാണ്. പിന്നെ ബാക്കി അതിൽ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിക്കണം. അവർ പറയും ഇത്ര രൂപ, ഇത്ര ഫോട്ടോസ് ഇത്ര രൂപയെന്ന് പറയും. അപ്പം നമുക്ക് സെലക്ട് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. നമ്മൾ മാത്രമല്ല, അവിടെ ഉള്ളവരെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വേറെ ഫോട്ടോസേ മേടിച്ചില്ല, ഞങ്ങൾ ആ കോംപ്ലിമെൻ്റായിട്ടുള്ള ഫോട്ടോ മാത്രമേ മേടിച്ചുള്ളൂ. എല്ലാ ഫോട്ടോസും അടിപൊളിയായിരുന്നു കേട്ടോ. അവരെടുത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആണോ എന്ന് വിചാരിച്ചു. അതുപോലത്തെ നല്ല ഫോട്ടോസ് അവരെടുത്ത്. പക്ഷെ നല്ല രീതിയിൽ 9,000 രൂപ അങ്ങോട്ട്, നാട്ടിലെ 9,000 രൂപ എന്തോ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പൈസ അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നതൊക്കെ 4 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ റുപ്പയാണ്, അവിടുത്തെ ഇൻഡോനേഷ്യൻ റുപ്പയാട്ടോ 4 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ അതിൽ രൂപ ഇത്ര രൂപയായി എന്നാട്ടോ പറയുന്നത്. റുപ്പയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. പിന്നെ ഞാനിപ്പോൾ കാണിച്ച എല്ലാ അവിടുത്തെ റിസോർട്ടിൻ്റെ 4 വശത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ. ബാൽക്കണി എന്നുള്ള വ്യൂ ആട്ടോ അത്. അതിന് അപ്പുറം കടൽ. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത്, പിന്നെ കടലിൻ്റെ അവിടെയും പോയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തു. ഇതാട്ടോ ടവലൊക്കെ ഡ്രൈ ചെയ്യാൻ, തുണിയൊക്കെ ഡ്രൈ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഡ്രൈ ചെയ്യാനിടാം. അപ്പം നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോവുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് ഏരിയാസൊക്കെ നമുക്ക് കറങ്ങാനുണ്ട് ഈ അടുത്തുള്ളത്. നമ്മളിപ്പോൾ എയർപോർട്ടിനടുത്തുണ്ട്. ആ ഭാഗത്ത് കടലിൻ്റെ ആ സൈഡിലായിട്ട് എയർപോർട്ട് വരുന്നു. ഹാർഡ്ലി ഒരു 10 മിനിറ്റ്സ് ഉണ്ടോ എയർപോർട്ടിലോട്ട്? 10 മിനിറ്റ്സ്, ഹാർഡ്ലി 10 മിനിറ്റ്സേ ഉള്ളൂ എയർപോർട്ടിലോട്ട്. നമ്മൾ എയർപോർട്ടിന് അടുത്തതുകൊണ്ട് എടുത്ത്. പിന്നെ ഇവിടെ കുറച്ച് ഏരിയയിൽ ഒന്ന് കറങ്ങാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്പായോ അല്ലെങ്കിൽ ബോഡി മസാജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാലി സ്പെഷ്യൽ മസാജൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും ചെയ്യാം. അപ്പം നമുക്കൊന്ന് റിലാക്സ് ആവുമല്ലോ. നമ്മൾ ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡായി. നാട്ടിൽ നിന്നും നല്ല ക്ഷീണിച്ചാണ് വന്നത്. പിന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് ഇവിടോട്ടും വന്നില്ല. ഇവിടെ നിന്നും നമ്മൾ നല്ല ടയേർഡായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മളൊക്കെ ഒന്നുകൂടെ ഒരു മസാജൊക്കെ കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെക്കൗട്ട് വിളിച്ച് പറഞ്ഞു അവരൊന്ന് ലഗേജ് എടുത്തുകൊണ്ട് വെക്കുള്ളൂ. എന്നിട്ട് ലഗേജ് ഇവിടെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ കറങ്ങിയിട്ട് രാത്രിയിൽ നമുക്ക് വെളുപ്പിനേ ഉള്ളൂ ഫ്ലൈറ്റ് 12 മണി. അപ്പോൾ ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാൽ മതി.
നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു 3 hours ഒക്കെ എന്തോ ഡിഫറൻസ് ഉണ്ട്. UAE ടൈമിൽ ഒരു 4 to 4.5 hours എന്തോ ഡിഫറൻസ് ഉണ്ട്. UAE ഇപ്പം ഇവിടെ 12 മണിയായി, UAE എന്തോ 8 മണിയോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്തോ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ UAE രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. അങ്ങനെ നാളെ എന്നെ ഡ്യൂട്ടി ഉണ്ട് വൈകിട്ട്, അപ്പം അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ രാത്രിയത്തെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. നമുക്കവിടെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ ഭാഗത്തായിട്ടോ എയർപോർട്ട് വരുന്നത്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഈവൻ സ്പായൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഫുഡ് മസാജ്, നിന്റെ സ്പാ അല്ലായിരുന്നല്ലേ, ഫുഡ് മസാജും പെഡിക്യൂറും ആയിരുന്നു കേട്ടോ. ഞാൻ ഫുൾ ബോഡി മസാജൊക്കെ ചെയ്തിട്ട് അതിന് നല്ല സുഖിച്ചിങ്ങനെ ഇരിക്കുക. ദാസപ്പ പേയ്മെൻറ്റ് ചെയ്യുമോ? പേയ്മെൻറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല റിലാക്സ്. തായ്ലാൻഡിൽ ഞാൻ ഫുൾ ബോഡി ചെയ്തില്ലായിരുന്നു, ഞാൻ ലെഗ് മസാജ് ചെയ്തു. നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ മറ്റേ ഇത് ബുക്ക് ചെയ്തോ? നല്ല ലൈറ്റ് അല്ലേ, നല്ല രസമുണ്ട്. വണ്ടി നമ്പർ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് ഇപ്പം കാറല്ലേ, നല്ല വെയിലാണ്. അപ്പം സ്കൂട്ടർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ് ബുക്ക് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി സ്പാ ചെയ്യുന്നുണ്ടെന്ന് വൈകിട്ട് ഇനി സ്പാ ചെയ്യാം. നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇവിടുത്തെ ദൈവങ്ങളും നമ്മുടെ ദൈവങ്ങളും ഒക്കെ പുരാണത്തിലെ ദൈവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് കേട്ടോ. നമ്മുടെ കൃഷ്ണനൊക്കെ തന്നെ ഇവിടെ, വിഷ്ണു ഭഗവാനൊക്കെ ഇവിടെ വിഷ്ണുവിന് W ആട്ടോ കൊടുത്തിരിക്കുന്നത്, വിഷ്ണു എന്ന. അപ്പോൾ പക്ഷേ മുഖത്തിൻ്റെ ഫേസൊക്കെ ഇച്ചിരി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ഭഗവാന്മാരും ഒക്കെ ആയിട്ട്. അപ്പോൾ എത്ര ഇതിന് 1,50,000 ഇവിടെ കയറുന്നതിന്. ഇത് എന്താ പേര്, എന്താ പാർക്ക്, കൾച്ചറൽ പാർക്ക്, ഗരുഡ വിഷ്ണു കെങ്കാന കൾച്ചറൽ പാർക്ക്. അവിടോട്ട് പോവാം നമ്മള്. ഇപ്പോൾ ഒരാൾക്ക് 1,50,000, പിന്നെ നമ്മൾ ബസ്സും കൂടെ എക്സ്ട്രാ 50,000 അല്ലേ, 80 എന്തോ, എല്ലാം കൂടെ നമുക്ക് 3,80,000 ആയി. ടിക്കറ്റ് കാണുന്നത് ടിക്കറ്റ് എടുത്തില്ല, അതിന് സ്കാൻ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നത്. Polis servisle beraber toplam 800 lira kişi. Diğerlerine gerek yok. Bir yemekli. എടുക്കുമല്ലേ? എന്ത് ഇപ്പം ഞാൻ ഒരു മനുഷ്യനല്ലേ? ഞാൻ ബാക്കിലിരിക്കട്ടെ, ബാക്കിൽ
ഇവൻ മോളോട്ട് നോക്കിയ പിന്നെ നീ എന്താ അങ്ങ് പോവാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ വീഡിയോ എടുത്തിട്ട് ടോപ്പ് വ്യൂ ആണ്. ഇങ്ങനെയാണ് ആക്ച്വലി ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് വേറെ രീതിയിലാണ്. കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുന്നത്, വണ്ടിക്കോട്ട് കയറുന്നതിന് വേറെ പ്രൈസാണ്. അഡീഷണൽ 2,50,000 കൊടുക്കണം മോളിൽ കയറുന്നതിന്. നീ പറ. എനിക്ക് തോന്നുന്നു കാണാൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ സ്തൂപം കാണാം, അവിടെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാം. ആ സ്തൂപത്തിനകത്തോട്ട് കയറണമെങ്കിൽ അഡീഷണൽ ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്തൂപത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാവുന്നേ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അവിടെ കുറച്ച് എന്തോ ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു മ്യൂസിയം പോലെ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം ഒരുപാട് ടൂറിസ്റ്റ് വന്ന് പോകുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. എനിക്ക് ഇങ്ങോട്ട് പോവാണോ? നിന്റെ ഫോണിൽ നേരെ എടുക്കരുത്, അതെടുക്കത്തില്ല. എന്തോ അവരെന്തോ ആചാരം നോക്കും കൂടെ കയറിയാലോ. എന്തോ ദൈവമാണെന്ന് തോന്നുന്നല്ലേ. ഓ അതാണോ? നമ്മൾ ഫസ്റ്റ് കണ്ട സ്തൂപം എന്ന് പറഞ്ഞാൽ ഗരുഡ വിഷ്ണു സ്തൂപമാട്ടെ. ഇത് ഗരുഡൻ മാത്രമുള്ള ഒരു സ്തൂപം. പിന്നെ അപ്പുറത്ത് വിഷ്ണു ആണെന്ന് തോന്നുന്നു, വേറെ സ്തൂപം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സ്തൂപങ്ങൾ. പിന്നെ അവിടെ ഒരു ചെറിയൊരു അവർ ആരാധനാലയമൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ നോർമലി പോലെ പീരീഡ്സ് ടൈമിലൊന്നും സ്ത്രീകൾക്ക് അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഉണ്ടാറുണ്ടൊക്കെ. അത് നമ്മൾ ഇടാൻ വരുന്ന പോലെ. ഇപ്പം പിന്നെ റിവ്യൂ ഒന്നും എടുത്താൽ മതി. അയ്യോ ഇതിൻ്റെ ഐതിഹ്യമൊക്കെ ഇവിടെ എഴുതി വെച്ചിരുന്നത് കൊള്ളാമല്ലേ. അല്ല നിന്നെ നിൽക്കുന്നവരാണ് രണ്ടും ഒരുപോലെ.
നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട്. ഇത് ആനിമേഷൻ സിനിമ ഉള്ളിലുണ്ട്. കയറ്. പൈസ ഉണ്ടോ? ഇതോ എത്രയോ 4:30 ഉള്ളൂ. 4:30 ഉള്ളൂ. ഓ, ഇത് എനിക്കൊന്ന് ഭഗവാൻ മറ്റേ പാലാഴി കടഞ്ഞെടുത്തൊക്കെ സംഭവം തോന്നുന്നു. ആ, Halo, ऊपर आ അയ്യോ, ഇതില് കാണുമ്പോ അറിയത്തില്ല കേട്ടോ, പക്ഷെ ഫുൾ ബാലി ഇത് ഇവിടുന്ന് കാണാൻ പറ്റി ടോപ്പിൽ നിന്ന്. ഒരു ബുദ്ധ ഒരു ടച്ച് ഉണ്ട്. ഇതെനിക്ക് എന്ത് ഫോർട്ട് കൊച്ചി വന്നവരുണ്ട്. ഹിന്ദി ലെവലേ അവിടെ. ഇത് വേറെ ഫുഡ് കോർട്ടാ. ഇവിടെ നമുക്ക് ഇത് കിട്ടും. എന്തോ ഫ്രീ എന്തോ ഡ്രിങ്ക്സ് ഉണ്ട്. അല്ല, അത് ഇവിടെ അല്ല, അത് അവിടെ അല്ലേ. ഫ്രീ ഒരു കോംപ്ലിമെന്ററി ഉണ്ട്. എവിടെ? അല്ല, നോക്കി ഇതോ മുമ്പ് ഏതോ പുതിയ ആർട്ട് ഫോമിന്റെ ആള് വന്നടാ. മുന്നേ പറയേ റെഡീം വൗച്ചർ. അവിടുന്ന് വ്യൂ നോക്ക്, നമുക്ക് വലിയ വ്യൂ നോക്കാം. കാണിച്ചു വൗച്ചറുണ്ട് മറ്റേ ഫുഡിന്റെ. ഇപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കാനാണ്. ഇവിടോട്ടിരിക്കാം. ഷുഗർ ആഡ് ചെയ്യാൻ പോവാ. ഷുഗർ ആഡ് ചെയ്തു. ഷുഗർ സിറപ്പ് കേട്ടാ ആഡ് ചെയ്തു. മുഴുവൻ വേണ്ടി വരും കോഫി ആയതുകൊണ്ട്. കിളികളൊക്കെ വന്നിരിക്കുന്ന കേട്ടോ, മിക്കവാറും നമ്മുടെ വല്ല അടിച്ചോണ്ട് പോകും. കൊള്ളാവോ? ഈ കരിക്കിലെ വെള്ളം കുടിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. കരിക്കിൻ്റെ വലിപ്പം നോക്കണേ. എൻ്റെ ചില വെള്ളം കണ്ടു, അയ്യോ നിറച്ചുണ്ട്. ദേ ഫുഡ്. ഓ ദേ ജീവ പാഴ്സൽ. കൊള്ളാവോ? ടിക്കറ്റ് മുതലായി. 5 ലക്ഷം രൂപയുടെ സാധനമാണ് ഇതെല്ലാം. ആര് കഴിയും? പക്ഷെ ഈ വെള്ളം എനിക്ക് ജീവൻ നിനക്ക് അവിടെ. ഈ ടിക്കറ്റ് മുതലായെന്ന് പറഞ്ഞ് നമ്മൾ 5 ലക്ഷം രൂപയായി 2 പേർക്കൂടെ ടിക്കറ്റായ.
5 ലക്ഷം റുപ്പയാണ്. ആ 5 ലക്ഷം റുപ്പയ്ക്ക് നമുക്ക് കഴിക്കാം എന്നുള്ളതാട്ടോ ഈ പറഞ്ഞത്. അല്ലാതെ എടുക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻട്രി ഫീ മാത്രമേ ഉള്ളൂ, നമുക്ക് കണ്ടിട്ടിറങ്ങാം. ഇത് കണ്ടിട്ടിറങ്ങിയാലും ഇല്ലെങ്കിലും നമ്മളെടുത്ത പൈസയ്ക്ക് അത്രയും ഫുഡ് കഴിക്കാം, അതാണ് വ്യത്യാസം. അപ്പം ഞങ്ങൾ ഫുഡും അതുപോലെ തന്നെ ഫുഡും കൂടെ ഉള്ള പാക്കേജ് ആട്ടോ എടുത്തത്, അതുകൊണ്ടാട്ടോ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലാതെ നോർമൽ പാക്കേജ് എടുക്കാൻ ജസ്റ്റ് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. And then this is like nasi goreng vegetarian. Yeah. It's for you. Number one, fish and chip. Yeah. So that's all. ഇതിപ്പോൾ നീ ഓർഡർ ചെയ്തടാ. So anything else? No, thank you. Enjoy your Thank you. താങ്ക് യു. കാര്യം വയ്ക്കും ജീവ. പൊട്ടറ്റോ അടിപൊളി. ആ കൈ നിന്റെ വീഡിയോ ഞാൻ എടുക്കാം, നീ ചവിട്ടും. കൊള്ളാവോ? വെജ് ഫ്രൈഡ് റൈസ് അല്ലേ? വെജ് ഫ്രൈഡ് റൈസും ഇതെന്തുവാ? പനീർ വല്ലതും ആയിരിക്കും. കൊള്ളാം. നല്ലതാ, നല്ല കുറ്റം പറയില്ല. ആ കഴിക്കുന്നില്ല, ഉള്ളിലോട്ട് ഇരുന്നല്ല. പനീരാ പൊട്ടറ്റോ ആണോ? അത് പനീർ ഡീപ് ഫ്രൈ ചെയ്താണോ പറയത്തില്ല. Das nice da. അയ്യോ വണ്ടി വേട്ടാ ഇപ്പുറത്ത്. ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കണോ? നീ ഉറക്കം പറഞ്ഞു പറ, റിവ്യൂ പറ, എങ്ങനെയുണ്ട് ഇവിടെ? കൊള്ളാം. ടിക്കറ്റ് പൈസ അടച്ചു, അതിനെ മുതലാക്കി ഫുഡ് കഴിച്ചു. അതായത് ഫ്രീ ആയിട്ട് അകത്ത് കയറി ഫുഡ് ശരിക്കും അടിച്ചു. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ സംഭവം. നമ്മൾക്ക് ഒരാൾ ടിക്കറ്റ് 1,50,000 വരും എൻട്രി ഫീ. ഇതിന് മുകളിൽ കയറണമെങ്കിൽ വേറെ എൻട്രി ആട്ടോ. ആ ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ വേറെ ഏതാ. അതെത്ര വരുന്നത്? 1,50,000. 1,50,000 എക്സ്ട്രാ ഉണ്ട്. അത് ഇതിൻ്റെ അകത്ത് നമ്മൾ നിന്നിടം വരെ കയറണമെങ്കിൽ 1 ലക്ഷമാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫുഡും കൂടെ ഉള്ള എത്ര 2,50,000 പാക്കേജ് അല്ല, ആ ഒരു ടിക്കറ്റ് എടുത്തപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറുകയും ചെയ്യാം, ഉള്ളിലല്ല പുറത്തെല്ലാം കയറുകയും ചെയ്യാം. അതെല്ലാവർക്കും കയറാം. 1,50,000 കൊടുക്കുന്ന എല്ലാവർക്കും കയറാം, അതുപോലെ തന്നെ നമുക്കും കയറാം. കൂട്ടത്തിൽ ഫുഡും കഴിക്കാം. പക്ഷെ ഫുഡ് നമ്മൾ കൊടുത്ത അത്രയും പൈസയുടെ ഫുഡ് കഴിക്കാം. ദാറ്റ് മീൻസ് 2,50,000 നമ്മൾ കൊടുത്ത് ആ 2,50,000 ഒരാൾക്ക് ഫുഡ് കഴിക്കാം. 1,50,000 എടുത്ത ആൾക്ക് ഫുഡില്ല, ജസ്റ്റ് ആ 1 ലക്ഷം എടുത്ത് ഡ്രിങ്ക്സ് മാത്രം ഫ്രീ ഉണ്ട്. ജസ്റ്റ് കയറി കാണാൻ പോവാം. പക്ഷെ നമ്മൾക്ക് കയറി കാണുന്നതിനപ്പോൾ ഫ്രീ ആയി. ഫുഡ് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഫുള്ള് കഴിക്കാനും പറ്റി. നമ്മൾ പിന്നെ ബാക്കി ഇതേ പാഴ്സലും മേടിച്ച് നമുക്ക് 1,50,000 ഒരാൾക്ക് നമുക്ക് അത്ര ഫുഡ് വേണ്ട. 2 പേർക്ക് കൂടെ 2,50,000 രൂപയുടെ ഫുഡ് അല്ല, 5 ലക്ഷം ഒരാൾക്ക് 2,50,000 രൂപയുടെ ഫുഡ് കഴിക്കാം. അപ്പം 5 ലക്ഷം 5 ലക്ഷത്തിനകത്ത് കഴിക്കാം. ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് അവസാനം പാഴ്സലിങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വൈകിട്ടത്തേക്ക് ഫുഡായി. അപ്പം അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻട്രി ഫീ ഇല്ല. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് കഴിച്ചു. മറ്റുള്ളവർക്ക് കൊടുത്ത പൈസയ്ക്ക് കണ്ടിട്ട് ഇറങ്ങാനേ പറ്റത്തുള്ളൂ, ഫുഡില്ല. അതാണ് പ്രത്യേകത. ഓക്കെ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാട്ടോ. നമ്മളെ അവിടെ തന്നെ കൊണ്ടുവിടുവാർ. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പലത്തെ പോലെ തന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ
റിസോർട്ടിലെത്തിയിട്ട് അപ്പോഴത്തേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഫോട്ടോ. അത് തന്നെ ഞങ്ങൾ ഒന്നും കൂടെ ബോഡി മസാജ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അത് നേരെ എയർപോർട്ടിലോട്ട് പോകും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി തിരിച്ചു പോവാം കേട്ടോ. വേണ്ട, ഇവിടെ എയർപോർട്ടിൽ തന്നെ നമ്മുടെ കുരുത്തോലയില്ലേ, കുരുത്തോല വെച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവങ്ങളാട്ടോ അവരുടെ. ഇവരുടെ അമ്പലങ്ങളിലും ഒക്കെ ഇവരുടെ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്തെല്ലാം കുരുത്തോല അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കുരുത്തോല വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് പോലുള്ള സാധനങ്ങളും ഒക്കെ അവർ ചെയ്തു. എല്ലാം നല്ല രസമാട്ടോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവർ എയർപോർട്ടിൽ ഫുള്ള് ഇങ്ങനെ ദൈവങ്ങളുടെ ഇങ്ങനെ അതും എല്ലാം കുരുത്തോല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാട്ടോ. അതിൽ പെയിൻ്റ് ആണോ എനിക്കറിയില്ല എന്തോ ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിട്ട് ഞാൻ വീഡിയോയിൽ അതുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചേ. അമ്പലങ്ങളും എല്ലാം ഇങ്ങനെ തന്നെ കേട്ടോ അവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എവിടെ കിടക്കുന്നേ? ഒന്ന് കിടന്നേ. എന്തൊരു സുഖം. അതുകൊണ്ട് പോകുന്നു. ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വന്നു കേട്ടോ. ബാലിയിലെല്ലാം കറങ്ങി വന്നു. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ട്രിപ്പ്. എന്നാൽ എനിക്ക് തായ്ലൻഡിൻ്റെ ഒക്കെ പോലെ തന്നെ ബാലി തോന്നി. അടിപൊളിയാണെന്ന് വെച്ചാൽ കേരളം പോലെയൊക്കെ തന്നെ. കുറച്ച് സ്ഥലം കാണുമ്പോൾ കേരളം പോലെ തോന്നും, കുറച്ച് സ്ഥലം കാണുമ്പോൾ അല്ലാതെയൊക്കെ തോന്നും കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. വൺസൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള നാടാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരെ പ്രത്യേകിച്ച് പറയണം. നല്ല ആൾക്കാരാട്ടോ, ഭയങ്കര സ്നേഹം അവർക്ക്. ഭയങ്കര സഹായിക്കാനാണെങ്കിലും ഭയങ്കര ശാന്തമായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. നല്ല ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്മൈലാണെങ്കിലും നമ്മൾ ഇറ്റലിയിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒരുമാതിരി ആയിരുന്നു നമ്മൾ പെരുമാറിയെന്ന് പറഞ്ഞാൽ അത് ഒരു ഇതായിരുന്നു. പക്ഷേ സ്വിറ്റ്സർലാൻഡിലെ ആൾക്കാർ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ബാലിയിലെ ആൾക്കാരൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ബാലിയിലെന്ന് വെച്ചാൽ ഇന്തോനേഷ്യൻ ഫുഡ് നല്ലതായിരുന്നു. നമ്മൾ തായ്ലാൻഡിലൊക്കെ പോയപ്പോൾ തായ്ലാൻഡിൽ പുഴു അതൊക്കെ അതൊക്കെ തന്നെ ഇവിടെയും പ്രതീക്ഷ അവരും അങ്ങനെയൊക്കെ കഴിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പം കൂടുതലും ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, പക്ഷേ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇന്ത്യൻ ഫുഡും കിട്ടും. എന്നാൽ അതിനും അവരുടേതായ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട് അവർ. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അങ്ങനെ ഞാനങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഫുഡ് അങ്ങനെ ട്രൈ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ്. കാരണം നോൺ ആയിരിക്കും കൂടുതലും കിട്ടുന്നത്, വെജ് കുറവായിരിക്കും. പക്ഷേ ഇതാണെങ്കിലും വെജിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ പലതും കഴിച്ചതൊന്നും വേറൊരു ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആൾ എല്ലാ ഫുഡും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു. പക്ഷേ ഞാൻ ആകെ ടയേർഡായി. എന്നാൽ നമുക്ക് ഇന്നലെ നമ്മൾ പോകുന്ന അന്ന് 2 വട്ടം നമ്മൾ ബോഡി മസാജും ഫുൾ ബോഡി മസാജും ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ പെഡിക്യൂറും കാലിലൊരു മസാജൊക്കെ രണ്ടാമത് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം വരും. പക്ഷെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ഇരുന്ന് ഒരു 9.5 മണിക്കൂർ യാത്രയുണ്ട് ദുബായ് ടു ബാലി. 9.5 മണിക്കൂറുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇച്ചിരി എളുപ്പമാണ്, പക്ഷേ ഇവിടെ നിന്ന് ഇച്ചിരി യാത്ര ഉണ്ട്. അപ്പോൾ ഇരുന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്. എൻ്റെ പെടലിക്ക് അങ്ങനെ വേദനയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പം വന്നത് ഇവിടെ ഒരു 8 മണിയായപ്പോൾ നമ്മൾ എത്തി വീട്ടിൽ. ഞാൻ അപ്പം തന്നെ അടുക്കളയിൽ കയറി. രാവിലെ നമ്മൾ ബ്രെഡും ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അവിടുന്ന് കൊണ്ടുവന്ന് തന്നെ. അതൊക്കെ തന്നെ ചൂടാക്കി ബട്ടറും അങ്ങനെ കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി. വൈകിട്ട് ഡ്യൂട്ടിക്കും പോകണം. അപ്പം ഞാൻ പെട്ടെന്ന് താഴേന്ന് ഇവിടെ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു, വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു പച്ചക്കറിയും സാധനങ്ങളെല്ലാം കൊണ്ട് തന്നു. പിന്നെ ഞാൻ അരിമാവ് ദോശമാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും വെച്ചാൽ വൈകിട്ട് ഏട്ടന് കൊണ്ടുപോകാമല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വെച്ചു. ഞാൻ വന്ന ഡ്രസ്സിൽ തന്നെ നിൽക്കും കേട്ടോ. എൻ്റെ ഡ്രസ്സ് പോലും മാറിയില്ല. കാരണം വരുന്ന ഇതിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ വെക്കും, അല്ലെ പിന്നെ ഞാനിവിടെ മടിച്ച് കിടക്കും. പിന്നെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് എൻ്റെ ഫുഡ് കഴിക്കാനൊരു കൊതി തോന്നി. എന്തുകൊണ്ട് ഇന്തോനേഷ്യയിലെ ഫുഡ് കൊള്ളാത്തതുകൊണ്ടല്ല, അവിടെ വേറെ കുറേ സോസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വേറൊരു മസാല ഫുഡ്, അതും ടേസ്റ്റൊക്കെ ഉള്ളത്. പക്ഷേ എൻ്റെ ഫുഡ് കഴിക്കാൻ എനിക്ക് തോന്നിയിട്ട് പെട്ടെന്ന് ഞാൻ വെച്ചതാട്ടോ. അപ്പോൾ എന്തൊക്കെ വെച്ചെന്ന് കാണിച്ചിട്ട് ഇനിയും വെക്കാനുണ്ട്. മുട്ടയും പൊരിക്കാനുണ്ട്. പിന്നെ അധികം ഒന്നുമില്ല കേട്ടോ, മുട്ട പൊരിക്കാനുണ്ട്. പിന്നെ മീൻ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊന്ന് പൊരിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഏട്ടന് മീനും ആവും. പിന്നെ എനിക്ക് മുട്ടയുണ്ട്, എനിക്ക് ലേട്ടനും മുട്ട. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇത് സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ദോശയ്ക്കും ഏട്ടന് വേണേൽ ചോറിനും ആവും.
പിന്നെ ഇത് വെണ്ടയ്ക്ക വെച്ചിട്ട് മെഴുക്ക് പുരട്ടി. പിന്നെ ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ടാണ് പോയപ്പോൾ തന്നെ വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് ഇപ്പോൾ നല്ല സെറ്റായി കാണും. പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചു, ചോറ്, ചമ്മന്തി അരച്ചു കേട്ടോ. പിന്നെ ചോറും അതൊക്കെ. പിന്നെ മുട്ട പൊരിക്കണം, മീനും. അത് പിന്നെ കഴിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് മുട്ട പൊരിച്ചു വെക്കുന്ന ഇഷ്ടമില്ല, ചൂടോടെ കഴിക്കുന്ന ഇഷ്ടം. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ബാലിയിലെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഞാൻ ഈ വട്ടം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനൊന്നും എടുത്തിട്ടൊന്നുമില്ല. എനിക്ക് എടുക്കണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ തന്നെ ആകെ ടാനൊക്കെ അടിച്ച് വല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞൊക്കെ പോയിട്ടോ. ഇനി എനിക്ക് സ്വയം എന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം, ഇച്ചിരി കൂടെ ഒന്ന് വണ്ണം വെക്കണം. എനിക്ക് ചിരി വന്നാൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് വണ്ണമാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വട്ടം പോയപ്പോൾ ഭയങ്കര വണ്ണമായിപ്പോയി, വൃത്തിയേടായി. കൂട്ടുകാരൊക്കെ പറഞ്ഞു ഈ വണ്ണം കുറയ്ക്കടി, വൃത്തിയേടാ, അതായത് എനിക്ക് അസുഖമാണോ, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ കേട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ അങ്ങ് വണ്ണം കുറച്ചു. അപ്പോൾ പിന്നെ അതിനായി വഴക്ക്, വണ്ണം ഒരുപാട് കുറഞ്ഞു, വൃത്തിയേടായി എന്ന് പറഞ്ഞു. എൻ്റെ ശരീരം അങ്ങനെ വണ്ണം കുറയ്ക്കുവാണെങ്കിൽ അങ്ങനെ കുറഞ്ഞു, കൂട്ടുവാണെങ്കിൽ അങ്ങനെയും കൂടും, ഇടയിൽ നിൽക്കുന്നൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കൂട്ടെ. ഇനി ആര് പറഞ്ഞാലും നമ്മുടെ ഇഷ്ടത്തിന് പോവാം. എന്നെ കൂടിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കുറഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് പക്ഷേ ഇച്ചിരി വണ്ണം ഉള്ളതാണ് എന്നെ ഇഷ്ടം. ഇച്ചിരി വണ്ണം വെക്കണം. പിന്നെ ടാനിങ് ഒക്കെ ഒന്ന് മാറ്റണം. എൻ്റെ മുടിയൊക്കെ ഒരു വല്ലാതിരിക്കുക, കൊഴിഞ്ഞ് നല്ലതായിട്ട് ഉള്ളൊന്നും ഇല്ല, അതൊന്നും ഇല്ല. അപ്പോൾ മുടിയൊക്കെ ഇച്ചിരി ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കണം. ഇനി എന്നെ സ്വയം ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.